ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മാത്സിലെ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആൻഡ് ഫോർമുല. ലാഭം കാണാനുള്ള ഫോർമുലയാണ് വിറ്റ വില. വിറ്റ വില എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്. വിറ്റ വില മൈനസ് വാങ്ങിയ വില. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ലാഭം കാണാനുള്ള ഇക്വേഷനാണ് വിറ്റ വില മൈനസ് വാങ്ങിയ വില. നഷ്ടം കാണാനുള്ള ഇക്വേഷൻ വാങ്ങിയ വില മൈനസ് വിറ്റ വില. നഷ്ടം കാണാനുള്ള ഇക്വേഷൻ വാങ്ങിയ വില മൈനസ് വിറ്റ വില. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അടുത്തത് വിറ്റ വില കാണണമെങ്കിൽ ലാഭത്തിലാണെങ്കിൽ വിറ്റ വില കാണാൻ 100 പ്ലസ് ലാഭശതമാനം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില. 100 പ്ലസ് ലാഭശതമാനം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില. വിറ്റ വില നഷ്ടത്തിലാണെങ്കിൽ 100 മൈനസ് നഷ്ടശതമാനം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില. അടുത്തൊരു ഇക്വേഷനാണ് വാങ്ങിയ വില കാണാൻ. ലാഭത്തിലാണെങ്കിൽ വാങ്ങിയ വില കാണാൻ 100 ബൈ 100 പ്ലസ് ലാഭശതമാനം ഇൻറ്റു വിറ്റ വില. വാങ്ങിയ വില ലാഭത്തിലാണെങ്കിൽ 100 ബൈ 100 പ്ലസ് ലാഭശതമാനം ഇൻറ്റു വിറ്റ വില. വാങ്ങിയ വില നഷ്ടത്തിലാണെങ്കിൽ 100 ബൈ 100 മൈനസ് നഷ്ടശതമാനം ഇൻറ്റു വിറ്റ വില. അടുത്തത് ഡിസ്കൗണ്ട് ശതമാനം. ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ളത് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100. ഡിസ്കൗണ്ട് കാണാൻ പരസ്യവില മൈനസ് വിറ്റ വില. ഡിസ്കൗണ്ട് കാണാൻ പരസ്യവില മൈനസ് വിറ്റ വില. പരസ്യവില കാണാൻ വിറ്റ വില പ്ലസ് ഡിസ്കൗണ്ട്. ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ്. ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ്. ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യവിലയിലാണ്. ലാഭവും നഷ്ടവും വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ്. ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യവിലയിലാണ്. എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം. എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടുമ്പോൾ ലാഭശതമാനം കാണാൻ ബി ബൈ എ ഇൻറ്റു 100. എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം കാണാൻ ബി ബൈ എ ഇൻറ്റു 100. അടുത്തത് എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം കാണാൻ വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം കാണാൻ ബി ബൈ എ മൈനസ് ബി ഇൻറ്റു 100. എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം കാണാൻ ബി ബൈ എ മൈനസ് ബി ഇൻറ്റു 100. അടുത്തൊരു ഇക്വേഷനാണ് ഡിസ്കൗണ്ട് ശതമാനം കാണാൻ സൗജന്യം ബൈ ആകെ സാധനങ്ങൾ ഇൻറ്റു 100. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ സൗജന്യം ഡിവൈഡഡ് ബൈ ആകെ സാധനങ്ങൾ ഇൻറ്റു 100. അടുത്തത് രണ്ട് വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുകയും ഇവയുടെ ലാഭനഷ്ട ശതമാനങ്ങൾ തുല്യമാകുകയും ചെയ്താൽ എപ്പോഴും x²/100% നഷ്ടമായിരിക്കും. രണ്ട് വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുകയും ഇവയുടെ ലാഭനഷ്ട ശതമാനങ്ങൾ തുല്യമാകുകയും ചെയ്താൽ എപ്പോഴും x²/100% നഷ്ടമായിരിക്കും. അടുത്തത് രണ്ട് വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങുകയും പിന്നീട് അവ വിൽക്കുമ്പോൾ ലാഭനഷ്ട ശതമാനം തുല്യമാകുകയും ചെയ്താൽ കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഉണ്ടാകില്ല. രണ്ട് വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങുകയും പിന്നീട് അവ വിൽക്കുമ്പോൾ ലാഭനഷ്ട ശതമാനം തുല്യമാകുകയും ചെയ്താൽ കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഉണ്ടാകില്ല. അടുത്തത് ഒരു കച്ചവടത്തിൽ x% ലാഭവും y% നഷ്ടവുമായാൽ മൊത്തത്തിലുള്ള ലാഭനഷ്ട ശതമാനം കാണാൻ x മൈനസ് y മൈനസ് xy/100% ആയിരിക്കും. x മൈനസ് y മൈനസ് xy/100% ആയിരിക്കും. ഒരു കച്ചവടത്തിൽ x% ലാഭവും y% നഷ്ടവുമായാൽ മൊത്തത്തിലുള്ള ലാഭനഷ്ട ശതമാനം കാണാൻ x മൈനസ് y മൈനസ് xy/100% ആയിരിക്കും.
അടുത്തത് ഒരു തുകയ്ക്ക് X%, Y% എന്നിങ്ങനെ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ അവയ്ക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് X+Y - XY/100% ആയിരിക്കും. ഒരു തുകയ്ക്ക് X%, Y% എന്നിങ്ങനെ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ അവയ്ക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് X+Y - XY/100% ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇക്വേഷൻസാണ് നമ്മൾ നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു.